ഹായ് ഡിയേഴ്സ്, കേരള PSC 2023 ജനുവരിയിൽ നടത്തുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് തസ്തികയുടെ പരീക്ഷാ പരിശീലനവുമായിട്ടാണ് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമാണ് തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, 50% ക്വസ്റ്റ്യൻസ് നമ്മുടെ VHSC MLT വിഭാഗത്തിൽ നിന്നും, അതുപോലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിൽ നിന്നുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. 1 മണിക്കൂർ 15 മിനിറ്റ് നേരമാണ് എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി തയ്യാറെടുക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഓപ്ഷൻ എ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, ഓപ്ഷൻ ബി ആർത്തസ് റിയാക്ഷൻസ്, ഓപ്ഷൻ സി ടൈപ്പ് 2 ലെപ്ര റിയാക്ഷൻ, ഓപ്ഷൻ ഡി ട്യൂബർകുലിൻ ടെസ്റ്റ്. അപ്പോൾ ഇതിലെ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് ഉദാഹരണം ആൻസർ ഡി ട്യൂബർകുലിൻ ടെസ്റ്റ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്യൂബർകുലിൻ ടെസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ബി ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി, സി ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഡി ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇതിലേത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് ട്യൂബർകുലിൻ ടെസ്റ്റ്? ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓർഗാനിസം ദാറ്റ് ഹാസ് കൺസിഡറബിൾ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റൻസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. ഓർഗാനിസം ദാറ്റ് ഹാസ് കൺസിഡറബിൾ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റൻസ് ആൻഡ് ആൻറ്റിബയോട്ടിക്. ഓപ്ഷൻ എ ഈക്കോളൈ, ഓപ്ഷൻ ബി സ്യൂഡോമോണാസ്, ഓപ്ഷൻ സി സ്റ്റഫൈലോകോക്കൈ, ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കൈ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഈക്കോളൈ എന്നുള്ളതാണ്. ഓർഗാനിസം ദാറ്റ് ഹാസ് കൺസിഡറബിൾ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റൻസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ്, ഈക്കോളൈ. അടുത്ത ക്വസ്റ്റ്യൻ, എൻഡോകാർഡൈറ്റിസ് ഇൻ എ പേഷ്യൻറ്റ് വിത്ത് കോളൻ ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ എ സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ് ബോവിസ്, ഓപ്ഷൻ സി സ്ട്രെപ്റ്റോകോക്കസ് സാൻജുയിസ്, ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ് ബോവിസ് എന്നുള്ളതാണ്. എൻഡോകാർഡൈറ്റിസ് ഇൻ എ പേഷ്യൻറ്റ് വിത്ത് കോളൻ ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ബോവിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ലാക്ടോസ് ഫെർമെൻറ്റർ? ഏതാണ് ലാക്ടോസ് ഫെർമെൻറ്റർ? ഓപ്ഷൻ എ സ്യൂഡോമോണാസ്, ഓപ്ഷൻ ബി സാൽമോണെല്ല, ഓപ്ഷൻ സി ക്ലിപ്സെല്ല, ഓപ്ഷൻ ഡി ഷിജെല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ക്ലിപ്സെല്ല എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈസ് വാട്ടർ സ്റ്റൂൾ ഈസ് അസോസിയേറ്റഡ് വിത്ത്. എന്തുമായിട്ടാണ് റൈസ് വാട്ടർ സ്റ്റൂൾ അസോസിയേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കോളറ, ബി ബിസിലറി ഡിസെൻട്രി, ഓപ്ഷൻ സി സാൽമോണെല്ല ഇൻഫെക്ഷൻ, ഓപ്ഷൻ ഡി സ്യൂഡോ മെംബ്രേനസ് കോളൈറ്റിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കോളറ എന്നുള്ളതാണ്. റൈസ് വാട്ടർ സ്റ്റൂൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് കോളറ. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഡെന്റൽ കാരീസ്. ഡെന്റൽ കാരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ എ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് ബാക്ടീരിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡെന്റൽ കാരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോസ് ഓഫ് ഹ്യൂമൻ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഫോർ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 250 to 500 യൂണിറ്റ്സ് എന്നുള്ളതാണ്. ഡോസ് ഓഫ് ഹ്യൂമൻ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഫോർ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് 250 to 500 യൂണിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ട്രാവലേഴ്സ് ഡയറിയ ഈസ്. ട്രാവലേഴ്സ് ഡയറിയയുടെ പ്രധാന കാരണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ട്രാവലേഴ്സ് ഡയറിയ ഈസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൻട്രോടോക്സിജനിക് എറിഷിയ കൊളൈ. എൻട്രോടോക്സിജനിക് ഇസ്കേരിയേഷ്യ കൊളൈ. അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ തന്നിരിക്കുന്നതിൽ സ്മോളസ്റ്റ് വൈറസ് ഏതാണെന്നുള്ളതാണ്. സ്മോളസ്റ്റ് വൈറസ് ഈസ്, അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പാർവോ വൈറസ് എന്നുള്ളതാണ്. സ്മോളസ്റ്റ് വൈറസ് ഈസ് താഴെ തന്നിരിക്കുന്നതിൽ പോക്സ് വൈറസ്, ഹെർപ്പസ് വൈറസ്, പാർവോ വൈറസ്, അഡിനോ വൈറസ് എന്നീ 4 വൈറസുകളുടെ പേരാണ് തന്നിട്ടുള്ളത്. ഇതിലെ ആൻസർ പാർവോ വൈറസ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് മീസിൽസ്. മീസിൽസിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ് എത്രയാണ്? അപ്പോൾ ഓപ്ഷൻ എ 1 to 2 days, ഓപ്ഷൻ ബി 3 to 6 days, ഓപ്ഷൻ സി 1 to 7 days, ഓപ്ഷൻ ഡി 9 to 11 days. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 9 to 11 days എന്നുള്ളതാണ്. 9 to 11 days ആണ് ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് മീസിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കി ഈസ് കോസ്ഡ് ബൈ. ഡെങ്കി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ആൽഫ വൈറസ്, ഓപ്ഷൻ ബി ഗുണിയ വൈറസ്, ഓപ്ഷൻ സി ഫ്ലാവി വൈറസ്, ഓപ്ഷൻ ഡി ഹാൻഡ വൈറസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഫ്ലാവി വൈറസ് എന്നുള്ളതാണ്. ഡെങ്കി ഈസ് കോസ്ഡ് ബൈ ഫ്ലാവി വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, യെല്ലോ ഫീവർ ഈസ് കോസ്ഡ് ബൈ. അതിൻ്റെ ആൻസറും ഓപ്ഷൻ എ ഫ്ലാവി വൈറസ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഫെക്റ്റീവ് പീരിയഡ് ഓഫ് ഈഡിസ് മോസ്കിറ്റോസ് ഇൻ ഡെങ്കി. ഈഡിസ് മോസ്കിറ്റോസിൻ്റെ ഇൻഫെക്റ്റീവ് പീരിയഡ് ഓപ്ഷൻ എ 1 to 2 days, ഓപ്ഷൻ ബി 10 days, ഓപ്ഷൻ സി ടിൽ നെക്സ്റ്റ് ബൈറ്റ്, ഓപ്ഷൻ ഡി ടിൽ ഡെത്ത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ടിൽ ഡെത്ത് എന്നുള്ളതാണ്. ഇൻഫെക്റ്റീവ് പീരീഡ് ഓഫ് ഈഡസ് മോസ്കിറ്റോസ് ഇൻ ഡെങ്കി ടിൽ ഡെത്ത് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്രബ് ടൈഫസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ. ഓപ്ഷൻ എ ലോസ്, ഓപ്ഷൻ ബി ത്രോംബിക്കുലിഡ് മൈറ്റ്, ഓപ്ഷൻ സി റാറ്റ് ഫ്ലീസ്, ഓപ്ഷൻ ഡി സോഫ്റ്റ് ടിക്ക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ട്രോംബിക്കുലിഡ് മൈറ്റ് എന്നുള്ളതാണ്. സ്ക്രബ് ടൈഫസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ട്രോംബിക്കുലിഡ് മൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ടീനിയ പെഡിസ് ഈസ് കോസ്ഡ് ബൈ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ട്രൂബറം എന്നുള്ളതാണ്. ടീനിയ പെഡിസ് ഈസ് കോസ്ഡ് ബൈ ടി റൂബ്രം. അടുത്ത ക്വസ്റ്റ്യൻ, ടീനിയ പീഡിയ ഈസ് സീൻ എമോങ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ദോസ് വിയറിംഗ് സോക്സ് ആൻഡ് ഷൂസ്. ടീനിയ പീഡിയ ഈസ് സീൻ എമോങ് ദോസ് വിയറിംഗ് സോക്സ് ആൻഡ് ഷൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, ചാൻസ് ഓഫ് പെരിനാറ്റൽ HIV ഇൻഫെക്ഷൻ ടു ദ ബോഡി. ചാൻസസ് ഓഫ് പെരിനാറ്റൽ HIV ഇൻഫെക്ഷൻസ് ഓഫ് ദ ബോഡി 0.5 to 1%, 30%, 50%, 90% എന്നിങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 30% എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, VDRL ഈസ് യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ്. ഓപ്ഷൻ എ സിഫിലിസ്, ഓപ്ഷൻ ബി HIV, ഓപ്ഷൻ സി ടൈഫോയിഡ്, ഓപ്ഷൻ ഡി ട്യൂബർകുലോസിസ്. VDRL ടെസ്റ്റ് എന്തിൻ്റെ ഡയഗ്നോസിസിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ സിഫിലിസ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്യുബേഷൻ പീരിയഡ് ഫോർ പ്രൈമറി സിഫിലിസ്. ഇൻക്യുബേഷൻ പീരിയഡ് ഫോർ പ്രൈമറി സിഫിലിസ്. ഓപ്ഷൻ എ 1 to 2 days, ഓപ്ഷൻ ബി 1 to 2 weeks, ഓപ്ഷൻ സി 1 month, ഓപ്ഷൻ ഡി 3 months. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1 month എന്നുള്ളതാണ്. ഇൻക്യുബേഷൻ പീരിയഡ് ഫോർ പ്രൈമറി സിഫിലിസ് 1 month. അടുത്ത ക്വസ്റ്റ്യൻ, ജാറിഷ് ഹാക്സ്ഹെമിഡ് റിയാക്ഷൻ ഈസ് കോമൺ ഇൻ. ഇതിൻ്റെ ആൻസർ ബി പ്രൈമറി സിഫിലിസ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈം ഡിസീസ് ഈസ് കോസ്ഡ് ബൈ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബോറിലിയ ബ്രഗ്ഡോഫെറി എന്നുള്ളതാണ്. ബോറിലിയ ബർഗ്ഡോഫെറി. ലൈം ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ബോറിലിയ ബർഗ്ഡോഫെറി. ലൈം ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ബോറിലിയ ബർഗ്ഡോഫെറി. അടുത്ത ക്വസ്റ്റ്യൻ, സാർസ് വൈറസ് ഈസ് എ കൊറോണ വൈറസ്, ലെന്റി വൈറസ്, കാൽസി വൈറസ്, എറിന വൈറസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കൊറോണ വൈറസ് എന്നുള്ളതാണ്. സാർസ് വൈറസ് ഈസ് എ കൊറോണ വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏജന്റ് ക്യാൻ ബി യൂസ്ഡ് ടു മലേറിയ. മലേറിയയ്ക്ക് യൂസ് ചെയ്യുന്ന മെഡിസിൻ ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏജന്റ് ക്യാൻ ബി യൂസ്ഡ് ടു മലേറിയ. ഓപ്ഷൻ എ ക്ലോറോക്കിൻ, ഓപ്ഷൻ ബി ആൽബൻഡസോൾ, ഓപ്ഷൻ സി അറ്റന്യൂവേറ്റഡ് വാക്സിൻ, ഓപ്ഷൻ ഡി ക്ലോറാംഫെനി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ക്ലോറോക്കിൻ എന്നുള്ളതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു മലേറിയ. ക്ലോറോക്കിൻ. മലേറിയയ്ക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻ ക്ലോറോക്കിൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ റേഞ്ച് ഓഫ് ഇൻക്യുബേഷൻ പീരിയഡ് ഇൻ ടൈഫോയിഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 3 to 21 ഡേയ്സ് എന്നുള്ളതാണ്. റേഞ്ച് ഓഫ് ഇൻക്യുബേഷൻ പീരിയഡ് ഇൻ ടൈഫോയിഡ് 3 to 21 ഡേയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഫ്ലുവൻസ വാക്സിൻ. ഇൻഫ്ലുവൻസ വാക്സിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇൻട്രാനൈസൽ എന്നുള്ളതാണ്. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഫ്ലുവൻസ വാക്സിൻ ഇൻട്രാനൈസൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻക്യുബേഷൻ പീരിയഡ് ഫോർ ഇൻഫ്ലുവൻസ പാൻഡമിക് H1N1. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1 to 7 ഡേയ്സ് എന്നുള്ളതാണ്. ഇൻക്യുബേഷൻ പീരിയഡ് ഫോർ ഇൻഫ്ലുവൻസ പാൻഡമിക് H1N1 1 to 7 ഡേയ്സ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് മംസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ് എത്ര ദിവസമാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 12 to 24 ഡേയ്സ് എന്നുള്ളതാണ്. ഇൻക്യുബേഷൻ പീരിയഡ് ഓഫ് മംസ് 12 to 24 ഡേയ്സ്. ഹൂ ഡിസ്കവേർഡ് ഓറൽ പോളിയോ വാക്സിൻ വിച്ച് ഈസ് യൂസ്ഡ് നൗഡേയ്സ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സാബിൻ എന്നുള്ളതാണ്. ഹൂ ഡിസ്കവേർഡ് ഓറൽ പോളിയോ വാക്സിൻ? സാബിൻ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ യൂഷ്വൽ ഡോസ് ഓഫ് പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ഇൻ മോണ്ടോക്സ് ടെസ്റ്റ് ഈസ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 5 ഇന്റർനാഷണൽ യൂണിറ്റ്സ് എന്നുള്ളതാണ്. 5 IU. യൂഷ്വൽ ഡോസ് ഓഫ് പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ഇൻ മോണ്ടോക്സ് ടെസ്റ്റ് 5 IU. അടുത്ത ക്വസ്റ്റ്യൻ കോർണിയൽ ബീഡിംഗ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ്? ഓപ്ഷൻ എ ലെപ്രസി എന്നുള്ളതാണ് ആൻസർ. കോർണിയൽ ബീഡിംഗ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ലെപ്രസി. മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് thoracic TB ഇൻ ചിൽഡ്രൻ? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ലിംഫ് നോഡ് എന്നുള്ളതാണ്. മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് എക്സ്ട്രാ thoracic TB ഇൻ ചിൽഡ്രൻ ലിംഫ് നോഡ്. അടുത്ത ക്വസ്റ്റ്യൻ മോണ്ടോക്സ് പോസിറ്റീവ് ഈസ് ഇൻഡ്യൂറേഷൻ മെഷറിംഗ്? ആൻസർ ഓപ്ഷൻ എ 10 mm എന്നുള്ളതാണ്. മോണ്ടോക്സ് പോസിറ്റീവ് ഈസ് ഇൻഡ്യൂറേഷൻ മെഷറിംഗ് 10 mm. അടുത്ത ക്വസ്റ്റ്യൻ ദ ബോട്ടുലിസം ഇൻടോക്സിക്കേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു? ഓപ്ഷൻ സി ന്യൂറോടോക്സിൻ എന്നുള്ളതാണ് ആൻസർ. ദ ബോട്ടുലിസം ഇൻടോക്സിക്കേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ന്യൂറോടോക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ അരോട്ട എറൈസസ് ഫ്രം? അതിൻ്റെ ആൻസർ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ലെഫ്റ്റ് വെൻട്രിക്കിൾ. അരോട്ട എറൈസസ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം ഈസ്? എൻസൈമിൻ്റെ പ്രോട്ടീൻ പോർഷൻ ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അപ്പോ എൻസൈം എന്നുള്ളതാണ്. ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം ഈസ് അപ്പോ എൻസൈം. The protein portion of the enzyme is apoenzyme. Which of the following cells is not a WBC? WBC അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ത്രോംബോസൈറ്റ് എന്നുള്ളതാണ്. Which of the following cells is not a WBC? ത്രോംബോസൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ കളറിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ ആൻറ്റിസിറ AB ഈസ്? ആൻറ്റിസിറ ABയിൽ യൂസ് ചെയ്യുന്ന കളറിംഗ് ഏജന്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇയോസിൻ എന്നുള്ളതാണ്. ദ കളറിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ ആൻറ്റിസിറ AB ഈസ് ഇയോസിൻ. നെയിം ദ ആൻറ്റികോയാഗുലന്റ് പ്രസന്റ് ഇൻ പർപ്പിൾ കളേർഡ് വാക്യുറ്റൈനർ ട്യൂബ്? ആൻസർ ഓപ്ഷൻ ബി EDTA എന്നുള്ളതാണ്. നെയിം ദ ആൻറ്റികോയാഗുലന്റ് പ്രസന്റ് ഇൻ പർപ്പിൾ കളേർഡ് വാക്യുറ്റൈനർ ട്യൂബ്? EDTA. അടുത്ത ക്വസ്റ്റ്യൻ pH ഓഫ് ബഫേർഡ് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ്ഡ് ഇൻ ലേഷ്മാൻ സ്റ്റെയിനിങ് ഈസ്? ഓപ്ഷൻ എ 6.8 എന്നുള്ളതാണ് ആൻസർ. pH ഓഫ് ബഫേർഡ് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ്ഡ് ഇൻ ലേഷ്മാൻ സ്റ്റെയിനിങ് ഈസ് 6.8. ക്വസ്റ്റ്യൻ ബ്ലഡ് കളക്റ്റഡ് ഇൻ CPDA ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്റർ ഫോർ ഡാഷ് ഡേയ്സ്? എത്ര ദിവസമാണ് ശേഖരിച്ചു വയ്ക്കുക? 35 days. Blood collected in CPDA can be stored in blood bank refrigerator for 35 days. അടുത്ത ക്വസ്റ്റ്യൻ HDN due to RH incompatibility can be prevented by giving anti-D antibody to RH negative mother within എത്ര മണിക്കൂറിനുള്ളിലാണ് കൊടുക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി 72 hours എന്നുള്ളതാണ്.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ അപ്ഡേഷനുകളുമായി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ